ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക്. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേദി ഉപദ്രവിക്കരുത്. കാരണം ഞാൻ ഒന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. കോൺഗ്രസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടികളുമായി, മുന്നണിയുടെ പരിപാടികളും സർക്കാരിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും സഹകരിക്കുക, പങ്കെടുക്കുക. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നവകേരള സദസ്സ് ചരിത്ര വിജയമെന്ന EP ജയരാജൻ. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസിൽ പോലീസ് തുടർ നടപടികളിലേക്ക്. വിശദമായി മൊഴിയെടുക്കും. നിയമ പോരാട്ടം തുടരുമെന്ന് പരാതിക്കാർ. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിനെ ന്യായീകരിച്ച EP ജയരാജൻ. കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് LDF കൺവീനർ. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. ദേശീയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും റദ്ദാക്കി. നടപടി കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റേത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഓട നിർമ്മാണത്തിനിടെ അപകടം. തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്തി. മറ്റൊരാളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ലോകം. പാതിര കുർബാനയ്ക്ക് ഒരുങ്ങി ദേവാലയങ്ങൾ. കുർബാന തർക്കം തീരാതെ സിറോ മലബാർ സഭ. ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. സന്നിധാനം ഭക്തിസാന്ദ്രം. വൻ ഭക്തജന തിരക്ക്. പമ്പ മുതൽ നിയന്ത്രണം. മണ്ഡലപൂജയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി PS പ്രസാദ്. കടുവാഭീതിയിൽ വയനാട്. വാഗേരിയിൽ പശുക്കിടാവിനെ കൊന്നത് കടുവയെന്ന് സൂചന. പരിശോധന നടത്തി വനം വകുപ്പ്. ISLൽ കണക്ക് തീർക്കാൻ ബ്ലാസ്റ്റേഴ്സ്. എതിരാളികൾ മുംബൈ സിറ്റി. പോരാട്ടം രാത്രി 8-ന് കൊച്ചിയിൽ. മത്സരം തത്സമയം News 18. തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ 2 തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ പുറത്തെടുത്തു. ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റൊരാളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. ഇതര സംസ്ഥാനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈനേജ് ഓട നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി VV അരുൺ അവിടെ നിന്നും ചേരുന്നു. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? രണ്ടാമത്തെ ആൾക്കായുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുവല്ലേ? രണ്ടുപേരാണ് മണ്ണിടിയിൽപ്പെട്ടത്. ഇതിൽ ഒരാൾ ഇതര സംസ്ഥാന തൊഴിലാണ്. ബീഹാർ സ്വദേശി ദീപക്കാണ് ഇപ്പോൾ മണ്ണിടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. തിരുവനന്തപുരം അരൂപ്പാറ സ്വദേശി. അദ്ദേഹത്തെ നേരത്തെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ദീപകിനെ രക്ഷപ്പെടുത്താൻ ശ്രമമാണ് പുരോഗമിക്കുന്നത്. ദീപകുമായിട്ട് രക്ഷാപ്രവർത്തകർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം കിടക്കുന്ന സ്ഥലം കാണുകയും ചെയ്തു. പക്ഷേ മണ്ണ് മാറ്റി മാത്രമേ അവിടെ നാളെ പുറത്തെടുക്കാൻ കഴിയൂ. മണ്ണ് മാറ്റാനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലേറെ ആയി ദീപക് മണ്ണിടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെ ഡ്രെയിനേജ് നിർമ്മാണത്തിനുള്ള ലൈൻ അതിൻ്റെ പണി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു ഭാഗത്തുനിന്ന് മണ്ണ് ഇടിഞ്ഞു വീണത്. ഇപ്പോൾ മണ്ണ് കോരി മാറ്റി ദീപക്കിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഇനിയും സമയമെടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരുപാട് മണ്ണ് ദീപക്കിൻ്റെ ശരീരത്തിലേക്ക് വീണു എന്ന് വേണം കരുതാൻ. കുറേ സമയമായി ഈ രക്ഷാപ്രവർത്തനം തുടരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദീപക്കിനെ കാര്യമായ പരിക്കില്ലാതെ പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത്. ഇപ്പോഴും മണ്ണ് മാറ്റി അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. മണ്ണ് പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ദീപകിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. മറ്റ് ഇവിടെയുള്ള നിർമ്മാണ തൊഴിലാളികളും സഹായത്തിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ ഈ
പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ സഹായത്തിന് നിർമ്മാണ തൊഴിലാളികളും എത്തിയിട്ടുണ്ട്. അവർ കൂടി ചേർന്നാണ് ഇത്തരത്തിൽ JCB കൊണ്ടും അതുപോലെ തന്നെ മണ്ണ് കോരി മാറ്റിയുമൊക്കെ ദീപക്കിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. വൈകാതെ അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ഇനിയും ഒരുപക്ഷെ കുറച്ചുകൂടി സമയം എടുത്തേക്കാം. ദീപക്കുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ദീപക്കിനെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് ഉണ്ട്. ഓക്സിജൻ അടിയിലേക്ക് ഓക്സിജൻ എത്തിച്ചു നൽകിയ ആരോഗ്യപ്രവർത്തകർ, ഡോക്ടറടക്കമുള്ള ആരോഗ്യപ്രവർത്തകരും ഇവിടെ ഉണ്ട്. 10 മണിയാവും. 10 മണിയോട് കൂടി. എത്ര മണിക്കാണ്? 10 മണിയോട് കൂടി. എങ്ങനെയാണ് ഇത് സീവേജ് ലൈന് വേണ്ടി ഡ്രെയിനേജ് കുഴിക്കുന്ന ഇടയ്ക്ക് ഇവർ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ചെളി മണ്ണാണ്, പഴയ വയലാണ്. അപ്പോൾ ഈ JCB ഇട്ട് മണ്ണ് വലിക്കുന്ന ഇടയ്ക്ക് മണ്ണിടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. തലേക്ക് വീണു. രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ രക്ഷപ്പെടുത്തി. രണ്ടുപേരെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗത്ത് 2 പേരെ ഉള്ളായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തി. വിനയൻ അയിരൂപ്പാറ സ്വദേശി. വലിയ പരിക്കുകളൊന്നുമില്ല. ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹത്തെ സഹോദരൻ ഇവിടെ പണിക്കുന്ന ഇപ്പോൾ ഉണ്ട്. അയാളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഈ ഭാഗത്ത് എത്താനുള്ള ഡിലേ ഉണ്ടായി. കാരണം ഈ വലിയ വണ്ടി ഇങ്ങോട്ട് വരത്തില്ല, നടന്നാ വന്നത്. അപ്പോൾ അതിൻ്റെ ഡിലേ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല അങ്ങനെ. പക്ഷേ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നാട്ടുകാർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ ഇപ്പം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഡ്രെയിനേജ്, അതെ, വാട്ടർ അതോറിറ്റി ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട പണി നടക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ രാവിലെ മാസങ്ങളായിട്ട് നടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പതിവ് പോലെ പണി നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ അമ്പലത്തിലെ ആളുണ്ട്. എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മളിവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തന്നെ രക്ഷാപ്രവർത്തനം എല്ലാം മുൻകൈ എടുത്തത് 9:00 കൂടിയാണ്. 9:30 ഇവിടെ ഇന്ന് സത്താകം തുടങ്ങുന്നത്. 5 മണിക്ക് 5 മണിക്ക് സത്താകം തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ എല്ലാവരും എല്ലാവരും വിളിച്ചു. എത്ര നാളിവിടെ പണി നടക്കുന്നത്? 2 മാസമായി. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരകത്ത് പോയി, ഒരാളെ രക്ഷപ്പെടുത്തി, പിന്നെ ഒരാളകത്തുണ്ട്. ഇവിടുന്ന് തന്നെ ഒരുപാട് ആളുകളുണ്ട്. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങി. ഇത് തന്നെയാണ് നമ്മൾ അറിയിച്ചു. ഫയർഫോഴ്സിന് വരാൻ ചില ഡിലേ ആയി. എന്നാലും അവർ വന്നുടനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുതന്നെയാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ രക്ഷാക്ഷരും ഒക്കെ പറയുന്ന 4 ജോലിക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ എന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞ് വീണത്. അതിൽ ഒരാളെ അയിരൂപ്പാറ സ്വദേശി വിനയനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കഴിഞ്ഞെങ്കിലും ഫയർഫോഴ്സ് ഇവിടേക്ക് എത്താൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ വഴിയാണ്, ഇടവഴിയാണ്. അവിടേക്ക് ഫയർഫോഴ്സിന് വലിയ വാഹനം എത്താൻ കഴിയില്ല. അതുകൊണ്ട് പിന്നീട് രക്ഷാപ്രവർത്തനം ആ രീതിയിൽ എത്താൻ വൈകി. ഏതായാലും ഇപ്പോൾ ദീപക്കും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദീപക്കുമായും ആശയവിനിമയം നടത്താൻ കഴിയുന്നു. ദീപക്കിൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹം ദീപക്കുമായി ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ട് കൃത്യമായി ഓക്സിജൻ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മണ്ണ് കൂടുതൽ ഒരുമിച്ച് മാറ്റാനുള്ള ശ്രമമാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ദീപക്ക് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. കാരണം അദ്ദേഹത്തെ കൃത്യമായി തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ, സംസാരിക്കാൻ കഴിയുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും നാട്ടുകാർക്കുമൊക്കെ. ബീഹാർ സ്വദേശിയാണ് ദീപക്ക്. 4 പേരാണ് ഇവിടെ പണിയിലുണ്ടായിരുന്നത്. അവിടെയാണ് മണ്ണിടിഞ്ഞിടത്തിലും ഒരു അപകടം ഉണ്ടായത്. യെസ്, VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ 2 തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെടുന്നു. ഒരാളെ രക്ഷപ്പെടുത്തുന്നു. മറ്റേയാൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ശ്രീകാര്യത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും രണ്ടാമത്തെയാൾ ദീപക്കിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് ഇങ്ങനൊരു അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടായി തൊട്ടു പിന്നാലെ അവിടെയുണ്ടായിരുന്ന മറ്റ് ജോലിക്കാരും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു. ഫയർഫോഴ്സിന് അവിടെ എത്താൻ ചെറിയൊരു കാലതാമസം നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ചും അങ്ങോട്ടേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാണ്. ഫയർഫോഴ്സിൻ്റെ വലിയ വാഹനത്തിന് എത്താനുള്ള ഒരു കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നു. അതിനകം തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കടന്നപ്പള്ളി സുരേന്ദ്രൻ MLA അടക്കമുള്ളവർ അവിടെ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം തന്നെ അവിടെയുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. VV അരുൺ അവിടെ നിന്നും ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ രക്ഷപ്പെടുത്തിയുടെ ആരോഗ്യനില തൃപ്തികരം ആണോ? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഈ ദീപക്കിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തുടരാം, അവിടുത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കാം. അതുതന്നെയാണ് അയിരൂപ്പാറ സ്വദേശി
വിനയകുമാർ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമായ പ്രശ്നമില്ല. അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ മണ്ണിടിഞ്ഞ് വീണ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. അതൊരു ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ദീപകിനെയും വൈകാതെ രക്ഷപ്പെടുത്താനാകും. വലിയ അളവിൽ മണ്ണ് അടിയിൽപ്പെട്ടു, മണ്ണിനടിയിലാണ് ദീപക് കിടക്കുന്നത്. അതാണൊരു തടസ്സം, രക്ഷാപ്രവർത്തന തടസ്സം. അതാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത്. ഇത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദീപക്കുമായി സംസാരിക്കാൻ കഴിയുന്നു, ദീപക്കിന് ഓക്സിജൻ നൽകി എന്നുള്ളതൊക്കെ സ്വാഭാവികമായും ആശ്വസിക്കാൻ ഇട നൽകുന്ന വാർത്തകളാണ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മണ്ണ് മാറ്റണം, ഇത്രയധികം മണ്ണ് ദീപക്കിൻ്റെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് വീണു. അതുതന്നെയാണ് ഇത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം. അത് വൈകാതെ മണ്ണ് മാറ്റാനാകും എന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. നാട്ടുകാരും ഉദ്യോഗസ്ഥരുമൊക്കെയായി വലിയ രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മണ്ണല്ലാതെ മൺവെട്ടി കൊണ്ടുമൊക്കെ കോരി മാറ്റിയുമൊക്കെ പലതരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു വശത്തുകൂടി പുതിയൊരു വഴി വെട്ടിയാണ് അവിടേക്ക് ഈ JCB ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനാൽ അധികം വൈകാതെ ദീപക്കിനെ പുറത്തെത്തിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുതന്നെയാണ് പ്രതീക്ഷ. അധികം വൈകാതെ തന്നെ ദീപക്കിനെയും പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അവിടെ ഫയർഫോഴ്സ് അംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, തൊഴിലാളികളുണ്ട്. എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, നവകേരള സദസ്സിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിൽ മാറ്റം. മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. വരുന്ന 29-നാണ് സത്യപ്രതിജ്ഞ. മറ്റു വിഷയങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ആന്റണി രാജു അതുപോലെ തന്നെ ദേവർകോവിൽ രണ്ടുപേരും നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു. അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഐക്യമുന്നണി, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. സമർപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക. അതാണ് മുന്നണി തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം, സത്യപ്രതിജ്ഞ, സമയം, നടപടികളെല്ലാം മുഖ്യമന്ത്രിയെ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി നിർവഹിക്കും. അവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. LDF യോഗത്തിന് മുൻപായി രാവിലെ 10 മണിയോടെ മുഖ്യമന്ത്രിയെ കണ്ടാണ് ഇരുവരും രാജിക്കത്ത് കൈമാറിയത്. ഒരു MLA ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും. 2.5 വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു LDF ധാരണ. അനുസരിച്ച് മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ ഇപ്പോൾ ന്യൂസ് 18-നുമായി സംസാരിക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക, അതൊരു സാധാരണ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെൻഷനും അവരുടെ ശമ്പളവും 1-ാം തീയതി കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു എത്ര കാലം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും? ഇപ്പോൾ പറയാനൊക്കത്തില്ല. മന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ കണക്കുകളെടുത്ത് പരിശോധിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടെ ദൂരപ്രദേശത്ത് എന്നെ കാണാൻ 2 സഹോദരിമാർ വന്നു. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ പെൻഷനായവരാണ്, 7 മാസമായി, ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയല്ല എന്ന് പറഞ്ഞാൽ എന്നാലും സാറ് വരുവാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണ്. ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാനത് കാണും. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അതിന് എന്താണ് ഒരു പരിഹാരം എന്ന് നമ്മൾ നോക്കണം, അല്ല പെട്ടെന്നൊരു ദിവസം പറയാം. അല്ല, ജനങ്ങളുടെ ആ ഒരു എന്തായാലും KB ഗണേഷ് കുമാർ ന്യൂസ് 18നുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും ചെലവ് കുറച്ച് വരവ് കൂട്ടാനുള്ളതായിരിക്കും തന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ വകുപ്പ് തീരുമാനിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഏത് വകുപ്പായാലും ചുമതല സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വ തീരുമാനം ഇന്ന് നടപ്പിലാകുന്നു എന്നുള്ളതാണ് അതിൽ സ്വാഭാവികമായ ഒരു കാര്യം. അപ്പുറത്തൊന്നും അതിൽ കൂട്ടിച്ചേർക്കാനോ പറയാനോ ഇല്ല. സന്തോഷത്തിന്റെ സന്താപ വിഷയമല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും ഞാനുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് BSന്റെ മന്ത്രിസഭയിലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ചുമതല വഹിക്കാൻ നിയുക്തനാകുന്നില്ല. ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യസന്ധമായി വിശ്വാസ്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹവും. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇടവേള. അജ്മി ചിക്കൻ മസാല. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. ഈ പുണ്യ ദിനത്തിൻ്റെ എല്ലാ നന്മകളിലേക്കും നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ച കേസിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. AD തോമസ്, അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തുക. കേസിൽ അനിലും സന്ദീപും അടക്കം 5 പ്രതികൾ ആണുള്ളത്. മർദ്ദനമേറ്റവർ നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് കേസ്. പോലീസിനെതിരെ അക്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. പോലീസിന്റെ സമചിത്തത ദൗർബല്യമായി കാണരുത് എന്ന് ജനറൽ സെക്രട്ടറി CR ബിജുവിന്റെ FB പോസ്റ്റിലൂടെ പറയുന്നു. ഈ സഹനം രാജ്യത്ത് കേരള പോലീസിന് മാത്രമാണ്. ആരുടെയും ഔദാര്യമായി കിട്ടിയതല്ല പോലീസ് ജോലി. തരം താണ ഭീഷണികളെ നിയമപരമായി നേരിടുമെന്നും ഭീഷണികൾ പേക്കോ മരക്കളുടെ ജൽപ്പനമെന്നും പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് മാർച്ചിൽ പോലീസ് നടപടി, അവകാശ ലംഘനത്തിന് നോട്ടീസ്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമെതിരെയാണ് നോട്ടീസ്. AP അനിൽകുമാറാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് EP ജയരാജൻ വ്യക്തമാക്കി. പോലീസ് കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ട്. 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയുള്ളൂവെന്നും EP ജയരാജൻ പറഞ്ഞു. പുതിയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര കായിക മന്ത്രാലയം. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗുസ്തി ഫെഡറേഷനെതിരെ കായിക താരങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നടപടി. ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. ആഫ്രിക്കൻ രാജ്യമായ ഗാബോണിൽ നിന്നുള്ള MV സായിബാബ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 25 ഇന്ത്യൻ യാത്രക്കാർ കപ്പലിലുണ്ട്. കപ്പലിലുള്ളവരെല്ലാം സുരക്ഷിതരാണ് എന്ന് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാൻ എന്ന് അമേരിക്ക പറഞ്ഞു. വാർത്താക്കുറിപ്പിലൂടെയാണ് പെന്റഗൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. കപ്പലിന്റെ ഉടമസ്ഥാവകാശം ജപ്പാനാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്നലെയാണ് ഗുജറാത്ത് തീരമായ
വെറാവലിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ അകലെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായി. അറ്റകുറ്റപ്പണികൾക്കായി കപ്പൽ മുംബൈ തീരത്തേക്ക് അടുപ്പിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം അമേരിക്കയുടെ ആരോപണം ഇറാൻ നിഷേധിച്ചു. ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് സർക്കാർ ഉത്തരവാദികളായിരിക്കില്ല എന്നും ഇറാൻ പ്രതികരിച്ചു. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 18ാം പടി കയറിയത് 97,286 തീർത്ഥാടകരാണ്. ഇന്നും ദർശനത്തിന് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 26 ഉച്ചയ്ക്ക് 1:30 തങ്കയങ്കി പമ്പയിലെത്തും. അന്ന് വൈകുന്നേരം 5:15 ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ. സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക വിഭാഗമാണ് പ്രതിഷേധിക്കുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാതെ ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം. സമാധാനാന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തുറക്കില്ല എന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം. ISL വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 8 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. എവേ മത്സരത്തിലേറ്റ തോൽവിക്ക് സ്വന്തം കളിത്തട്ടിൽ പകരം വീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുക. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,775, പവന് 46,200 രൂപ. വെള്ളി ഗ്രാമിന് 81, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,503 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഞാൻ അജയ് എന്ന് വിളിക്കണോ അതോ ഗിന്നസ് പക്രു എന്ന് വിളിക്കണോ? എന്നെ സ്നേഹപൂർവ്വം എന്ത് വിളിച്ചാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. ഈ സംവിധാനം ചെയ്യുക എന്നുള്ളത് തുടക്കം മുതലുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അന്ന് അതൊരു ഉയരക്കുറവില്ല. സംവിധായകന്റെ എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഗിന്നസ് റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ് കിട്ടുന്നത്. ഈ അതറിയുമ്പോൾ ഉള്ളൊരു ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? റെക്കോർഡിന് അപ്ലൈ ചെയ്യാതെ റെക്കോർഡ് കിട്ടിയ ഒരേ ഒരാൾ ഞാൻ മാത്രം വന്നിട്ട് ഞാൻ വേറൊരാളെ വിട്ടിട്ട് ഗിന്നസ് ബുക്ക് എടുപ്പിച്ചിട്ട് അത് തുറന്നു നോക്കി. നമ്മുടെ ബോഡി ഗാർഡ് സിനിമയിലെ ചേട്ടന്റെ ക്യാരക്ടർ കണ്ടിട്ട് സൽമാൻ ഖാനും ഇതേ ആവശ്യം തന്നെ പറഞ്ഞു. സൽമാൻ ഖാൻ അങ്ങനെ പറഞ്ഞില്ല. ഈ പരിപാടി